പുതിയ KPCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനായി വീണ്ടും സജീവ ചർച്ചകൾ. സണ്ണി ജോസഫ് രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും ചർച്ച നടത്തും. താനത്ര മോശം പ്രസിഡന്റാണെന്ന് തോന്നിയിട്ടില്ലെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാലാണ് ചർച്ച നീണ്ടുപോയതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസ് നേതൃത്വം ഒരുപാട് തിരക്കുകളിലാണ്. പാർലമെന്റ് നമുക്കെല്ലാം അറിയാം. പാർലമെന്റ് സമ്മേളനത്തിന്റെ പ്രാധാന്യം, അതിലെ നിലപാടുകൾ, സമരങ്ങൾ എല്ലാം വരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ ചർച്ചകളുണ്ട്. അവരുടേതായ രൂപത്തിൽ സമയമെടുക്കും. കോൺഗ്രസ് ഒരു ശക്തമായ ജനാധിപത്യ പാർട്ടിയല്ല. അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. എല്ലാ അഭിപ്രായങ്ങളും പരിഗണിച്ചാണ് ഉചിതമായ തീരുമാനം എടുക്കുക. ശരത്ലാൽ ശരിക്കാണ് കൂടുതൽ വിവരങ്ങളുമായി. ശരത്ത്, താനത്ര മോശം പ്രസിഡന്റാണെന്ന് തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത്തരം ചർച്ചകളുണ്ട് എന്ന കാര്യം അറിയുന്നുണ്ട് KPCC പ്രസിഡന്റ്. അതെ രുചീഷെ, കാരണം താനത്ര മോശം പ്രസിഡന്റല്ല എന്ന് പറഞ്ഞത് MLA മാർ പ്രസിഡന്റ് ആവുന്നതിനെ, KPCC പ്രസിഡന്റ് ആവുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. MLA താൻ പ്രസിഡന്റ് ആയപ്പോൾ തെരഞ്ഞെടുപ്പ് വിജയിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ നയം. ഏതായാലും KPCC അധ്യക്ഷ സ്ഥാനം സംബന്ധിച്ചിട്ട് നീണ്ടുപോകുന്നതിൽ അതിർത്തി PD സതീശൻ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചിരുന്നു. ആ ഒരു തരത്തിലാണ് ഇന്നലെ തൊട്ട് തന്നെ ചർച്ച ചൂടുപിടിച്ചത്. ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ രാഹുൽ ഗാന്ധിയുമായിട്ടും മല്ലികാർജ്ജുന ഖാർഗെയുമായി ചർച്ച നടത്തിയിരുന്നു. അതേപോലെ ഇന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായിട്ടും അദ്ദേഹം ചർച്ച നടത്തും. അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ അതായത് KPCC അധ്യക്ഷ സ്ഥാനത്തെ പേരുകൾ പരിഗണിക്കപ്പെടുന്ന കൊടിക്കുന്നിൽ സുരേഷ്, ബെന്നി ബെഹനാൻ അടക്കമുള്ള, ആന്റോ ആന്റണി അടക്കമുള്ള MP മാർ നേരെ തന്നെ ഇന്നലെ ഡൽഹിയിലെ കേരള ഹൗസിലെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്ന് രാവിലെ കൊടിക്കുന്നിൽ സുരേഷും അതേപോലെ തന്നെ ബെന്നി ബെഹനാനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അദ്ദേഹത്തിന്റെ റൂമിലെത്തി ചർച്ച നടത്തി. ഇപ്പോൾ KPCC അധ്യക്ഷനുമായിട്ടും ബെന്നി ബെഹനാൻ ചർച്ച നടത്തുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉൾപ്പെടെ KPCC ചർച്ചകൾ, പുതിയ അധ്യക്ഷനായുള്ള ചർച്ചകൾ ഇപ്പോൾ ദ്രുതഗതിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പറയാൻ കഴിയുന്നത്. അതിന്റെ കാരണം VD സതീശൻ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാനുള്ള നീരസം, അതൃപ്തി പ്രകടിപ്പിച്ചതിന് തൊട്ടു പിന്നിലാണ് ഹൈക്കമാൻഡ് ഇവരുമായിട്ട് അവരെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചർച്ച തുടരുകയും ചെയ്യുന്നത്. ഏതായാലും ഇനി നമുക്ക് രുചീഷെ അറിയേണ്ടത് എന്നാണ് മുഖ്യമന്ത്രി വന്ന് ചർച്ച നടത്തുക എന്നുള്ളത്. നാളെയോ മറ്റന്നാളോ മുഖ്യമന്ത്രിയും ഡൽഹിയിലെത്തി KPCC അധ്യക്ഷനെ തൻ്റെ മനസ്സിലുള്ള പേര് ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വെക്കും എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. രുചീഷ്. ശരി ശരത്ലാൽ.